മലയാളത്തിൽ റിലീസ് ആയതുകൊണ്ട് മാത്രം ഒരു സാധാരണ പടമായി മാറാൻ വേണ്ടി പോകുന്ന ഒരു സിനിമ കൂടി റിലീസ് ആയിട്ടുണ്ട്, മഹേഷ് നാരായണന്റെ പാട്രിയോട്ട്. മഹേഷ് നാരായണന്റെ മൂവീസ് അറിയാലോ, അതായത് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഇനി എത്ര വലിയ സ്റ്റാർ അഭിനയിച്ചു കഴിഞ്ഞാലും ആ സിനിമയിലെ മെയിൻ സ്റ്റാർ എന്ന് പറയുന്നത് അദ്ദേഹം ചർച്ച ചെയ്യുന്ന വിഷയം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനമായിരിക്കും. പൊതുവേ മഹേഷ് നാരായണന്റെ സിനിമയ്ക്കൊക്കെ ഒരു ഡോക്യുമെന്ററി സ്വഭാവമുണ്ട്. എന്ന് വെച്ചാൽ വളരെ റെലവെന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ കറന്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള സാധനങ്ങളാണ് ഇദ്ദേഹം സിനിമയായിട്ട് ചെയ്യാറുള്ളത്. അത് മമ്മൂട്ടി മോഹൻലാലൊക്കെ അഭിനയിക്കുന്ന ഒരു വിക്രം ആണ് നിങ്ങൾ കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് അങ്ങനത്തെ സിനിമയൊന്നും അല്ല. ഇത് കുറച്ചുകൂടി തീം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇയാൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള സാധനമാണ്. സോ ആ ഒരു ടോപ്പിക്കിനോടുള്ള ഒരു താല്പര്യം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഈ സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ബേസിക്കലി ഇങ്ങനെയുള്ള ചില സിനിമകൾ, അതായത് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടെ നെറ്റ്ഫ്ലിക്സിലൊക്കെ വന്നിട്ടുള്ള ചില ഡോക്യുമെന്ററികളിൽ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു തമിഴ് പടത്തിലും ഇങ്ങനെയുള്ള ചില ടോപ്പിക്കുകൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കഥയിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോ കേൾക്കാറില്ലേ, ലോൺ ആപ്പിൽ നിന്ന് ആൾക്കാർ പൈസ എല്ലാം എടുത്തിട്ട് അവസാനം ഇവർ വിളിച്ചിട്ട് ഇവർ ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ സിനിമയിലും പറയുന്നുള്ളത്. അടിപൊളിയായിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിലെ ഹീറോ എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ അത് അവതരിപ്പിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഈ കഥ പറയാനുള്ള ഒരു എന്താണ് ടൂള് മാത്രമാണ്. അല്ലാതെ ഈ താരങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങനെ വലിയ സംഭവമായിട്ടുള്ള സിനിമയൊന്നും അല്ല. സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിന്റെ ഹീറോ എന്ന് പറയുന്നത്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന ചില ഫോണുകൾ, അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റിലെല്ലാം നമ്മുടെ ഗവൺമെന്റ് തന്നെ ചില ആപ്പുകളും ചില സോഫ്റ്റ്വെയറുകളൊക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ചെയ്തു വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് അവർക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില ആപ്പുകൾ നമ്മുടെ ഫോണിന്റെ മൈക്രോഫോണ്, ക്യാമറ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതായത് അതിനകത്തുള്ള എല്ലാ ഡാറ്റയും അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുക്കും. അതിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് അവർ മനസ്സിലാക്കും. അതിനനുസരിച്ച് നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നമ്മുടെ ഫീഡിൽ വെച്ച് തന്നുകൊണ്ടേയിരിക്കും. ഇതാണ് പൊതുവെ എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ സോഷ്യൽ മീഡിയ ആപ്പ് എന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ. നമുക്ക് വെറുതെ ഒരു കാര്യം അവർ ഫ്രീ ആയിട്ട് തരില്ല. അവർക്ക് എന്ത് വേണം? ഡാറ്റ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ ഫ്രീ ആക്കി വെച്ചിട്ടുള്ളത്. ഇത് പൊതുവെ ഈ ഡാറ്റ, അതുപോലെ തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചുകൂടി ടെക്നിക്കൽ നോളജ് ഉള്ള ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. സോ എനിക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിനിമ കാണുന്ന ഓഡിയൻസിന്റെ ഒരു IQ, നമ്മുടെ ഒരു നോളജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ സിനിമ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിക്രം പോലത്തെ ഒരു പടമെല്ലാം പ്രതീക്ഷിച്ചാണ് നിങ്ങൾ പോകുന്നെങ്കിലുണ്ടല്ലോ, വെറുതെ ഇരുന്നിട്ട് ഇപ്പൊ ലാലേട്ടനും മമ്മൂട്ടിയുടെ സ്ക്രീനിൽ വരുന്ന സമയത്ത് മാത്രം എന്ന് കാണിച്ചതിന് ശേഷം സിനിമ കണ്ടിട്ട് 2.5 മണിക്കൂർ തിയേറ്ററിൽ ഇരുന്നിട്ട് AC കൊണ്ട് വെറുതെ ഇറങ്ങി വരേണ്ടി വരും. കുറച്ചുകൂടി ഇരുന്ന് ആലോചിച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി ടിക്കറ്റ് എടുത്തോ. ഇത് ശരിക്കും ഒരു കിടിലം പടമാണ്. അതായത് സ്ക്രിപ്റ്റ് വൈസ് ഒരു കിടിലം പടമാണ്. ഇനി മേക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ, ഈ പടത്തിന്റെ വിഷ്വൽ എഡിറ്റിംഗ്, 2.5 മണിക്കൂറുള്ള ഈ സിനിമ അത്യാവശ്യം ലാഗാണ്. പക്ഷെ നമുക്ക് ആ ലാഗ് തോന്നിപ്പിക്കാതെ നമ്മളെ പിടിച്ചിരുത്തുന്നതില്ലേ ഇതിന്റെ സിനിമാറ്റോഗ്രഫിയും എഡിറ്റിംഗും ആണ്. ഫഹദിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, കിടിലായിട്ടുണ്ട്. ചങ്ങായി ഒരു ഹോളിവുഡ് ലെവലിലൊക്കെയാണ് അഭിനയിച്ചു വെച്ചിട്ടുള്ളത്. മമ്മൂട്ടിയും മോഹൻലാലും പിന്നെ നമുക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എന്നുള്ളൂ. കാരണം അവർ ഓൾറെഡി ഒരുപാട് പ്രൂവ് ചെയ്ത ആക്ടേഴ്സ് ആണ്. കുഞ്ചോക്കോ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാനിയൽ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു വളരെ വലിയൊരു കഥാപാത്രം, വളരെ വലുത് വെച്ചാൽ വളരെ വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. കിടിലായിട്ടുള്ള അഭിനയമായിരുന്നു, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ശാരീരികമായിട്ടും അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള കഥാപാത്രമാണ്, അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ന്യൂസിലെല്ലാം ഇടയ്ക്ക് കാണാറില്ലേ, ഇപ്പൊ വലിയ ഹയർ ഒഫീഷ്യൽസ്, വലിയ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ചില ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒരു ഘട്ടമെത്തുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ഇവർക്കെതിരെ വല്ല കാപ്പയോ UAP എല്ലാം ചുമത്തിയിട്ട് എടുത്ത് ജയിലിലിടും, അല്ലെങ്കിൽ ഇവർ റൂളിംഗ് പാർട്ടിയുടെ ഭാഗം അവരുടെ ഒരു ഒരു സ്പോക്സ് പേഴ്സണെ പോലെയൊക്കെ ചാനലിലൊക്കെ വരും, അല്ലെങ്കിൽ ഇവരെ കാണാതാകും, അല്ലെങ്കിൽ മരണപ്പെടും. ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? ഈ ഒരു സംഭവമൊക്കെ ആയിട്ട് വളരെ ബന്ധമുള്ള ഒരു കഥാപാത്രമാണ് ഈ ഡാനിയൽ എന്ന് പറയുന്നത്. അത്യാവശ്യം ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്ന, ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ ചില കഥാപാത്രങ്ങളെ നമ്മുടെ ഇന്ത്യയിലും കാണാൻ വേണ്ടി പറ്റും. പൊളിറ്റിക്കലി റെലവെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പൊളിറ്റിക്സ് ആണ് ഈ സിനിമയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. പക്ഷെ ഡയറക്റ്റ്ലി അങ്ങനെ പൊളിറ്റിക്സിലേക്ക് വരുന്നൊന്നുമില്ല. പക്ഷെ സിനിമ കാണുന്ന അത്യാവശ്യം വിവരമുള്ളവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ഇതിന്നതാണെന്നൊക്കെ ഉള്ളത്. രസമാണ് കണ്ടിരിക്കാനായിട്ട്. ലാലേട്ടന്റെ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ റഹീം എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു അന്യായ മനുഷ്യൻ കേട്ടോ. അതായത് നമ്മുടെ ഈ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ആവുന്നതിനേക്കാളും മുമ്പ്, ഇന്റർനെറ്റ് ഈ കാണുന്ന സെറ്റപ്പ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ റേഡിയോ കമ്മ്യൂണിക്കേഷൻ, മിലിറ്ററി കമ്മ്യൂണിക്കേഷന്റെ ഒക്കെ ഭാഗമായിട്ട് നിന്ന് ആ ഒരു ലെവലിലുള്ള ഒരു കഥാപാത്രമാണ്. കിടിലം ക്യാരക്ടറാണ്, ക്ലാസ് ആയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഈ ജയിലറിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കൈൻഡ് ഓഫ്
എന്താണ് കഥാപാത്രം ഉണ്ടല്ലോ, അതല്ല, മാസ് അല്ല, ക്ലാസ് ആണ് കഥാപാത്രം. ലാർജർ ദാൻ ലൈഫ് ആണ്, ഒരു ഹെവി ക്യാരക്ടർ ആണ്, ലാലേട്ടന് പറ്റുന്ന കഥാപാത്രമാണ്. അതായത് പെർഫെക്റ്റ് ആണ്, ലാലേട്ടനാണ് ഇത് ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യൻ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രമാണ്. കിടിലായി തന്നെ ചെയ്തിട്ടുണ്ട്. ഫഹദിലേക്ക് വന്നു കഴിഞ്ഞാല് ഒരു ഇലക്ട്രിഫൈങ് പെർഫോമൻസ് എന്നാണ് പറയാം. എവിടുന്നെല്ലാണ് ഈ ഒരു എനർജി കയറി വരുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റില്ല. ഇയാള് ഒരു ബോർഡ് മീറ്റിംഗിൽ സംസാരിക്കുന്ന ഒരു സീൻ ഉണ്ട് മോനെ പടത്തിൽ, അത് കിടിലായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ള ക്യാമറ മൊമെന്റ് എല്ലാം ഹെവിയാണ്. ഈ വൈറസ് മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ, വൈറസ് മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് രാജീവ് രവി ഇതുപോലത്തെ ഒരു സാധനം ക്യാമറ കൊണ്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു OP വിഷ്വൽ കാണിക്കുന്ന സമയത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഹെവിയാണ് ആ സാധനം. അതേപോലെ തന്നെ വേറൊരു സാധനമാണ് ഈ പടത്തിലുള്ളത്. അതുപോലെ തന്നെ ഫഹദ് അവസാനം ഇയാളുടെ അച്ഛനെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഒരു സീൻ ഉണ്ട്. അതുപോലെ തന്നെ ആ ജെറ്റിന്റെ സീനില് മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും തകർത്തിട്ടുണ്ട്. അതൊരു ഹെവി സീനായിരുന്നു കേട്ടോ. അതിന്റെ മേക്കിംഗ് തന്നെ അടിപൊളിയാണ്. ഞാൻ കഥ മൊത്തം പറയുന്നില്ല, നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. പ്രത്യേകിച്ച് നല്ലൊരു തിയേറ്ററിൽ ഇരുന്ന് അതിന്റെ മൊത്തം സൗണ്ട് ക്വാളിറ്റിയും എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റിയാണ്ടല്ലോ. ഒരു ഹെവി വിഷ്വൽ ആയിരുന്നു. പിന്നെ എനിക്ക് ഇതിൽ കുറച്ച് ബോറായി തോന്നി, അത് കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്ന് തോന്നിയ ഒരു വിഷ്വല് നമ്മൾ പോസ്റ്ററിലെല്ലാം കണ്ടൊരു സാധനമില്ല, ടീസറിലും ഉണ്ടായിരുന്നു. അതായത് ഈ 3 പേരും, അതായത് കുഞ്ചാക്കോ വണ്ടി ഓടിക്കുന്നു, ലാലേട്ടനും മമ്മൂക്കയും ഗൺഫയർ ചെയ്യുന്നൊരു സാധനമുണ്ട്. അത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി. പിന്നെ മമ്മൂക്കയുടെ ഒരു ഫൈറ്റ് ഉണ്ട്, ഫ്ലൈറ്റ് എന്നുള്ള ഫൈറ്റ്, അത് ഹെവിയാണ്. പിന്നെ സിനിമയുടെ ഒരു ഘട്ടത്തുന്ന സമയത്ത് ഈ യൂട്യൂബേഴ്സിനെല്ലാം കൊണ്ടുവരുന്ന ഒരു സാധനമുണ്ട്, അത് ഒരു കിഡിലാണ്. അതായത് അവിടെ മമ്മൂക്കയുടെ വോയിസിൽ ഒരു പാട്ട് പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. നമ്മുടെ സീസൺ സിനിമയിൽ പോയി വരൂ എന്ന് പറഞ്ഞൊരു സാധനം പത്മരാജന്റെ വോയിസിൽ പറഞ്ഞിട്ടില്ലേ, അതേപോലെയാണ് എനിക്കിത് തോന്നിയത്. മമ്മൂക്കയുടെ ഒരു വോയിസും പിന്നെ സുഷിൻ ശ്യാമിന്റെ കിഡിലായിട്ടുള്ള BGM-ഉം പിന്നെ ആ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ള വിഷ്വൽസ് തന്നെ വേറെ തന്നെ കേട്ടോ. ഒരു പരസ്യം കാണുന്ന പോലെ ഉണ്ട്, ഹെവി ആയിരുന്നു. പിന്നെ കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ ദർശന രാജേന്ദ്രൻ, രേവതി, നയൻതാര ചെയ്യുന്ന വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ വരുന്നത് കുഞ്ഞു കഥാപാത്രമാണ്. പിന്നെ നയൻതാര എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെയ്യണമെന്നില്ല. ആ കഥാപാത്രത്തിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് കൊണ്ട് തന്നെ നമുക്ക് തോന്നും ഒരു മുമ്പേ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആ ഒരു ആർട്ടിസ്റ്റിന് പറ്റുന്നുണ്ട്. കിടിലമായിരുന്നു. പിന്നെ വേറൊരാൾ കൂടി ഉണ്ട് കേട്ടോ, ഐഷ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ആർട്ടിസ്റ്റിന്റെ പേരറിയില്ല. റോഷൻ മാത്യുവിന്റെ കൂടെ ഒരു സിനിമയിൽ ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു, കിടിലമായിരുന്നു. ഇൻഡിവിജ്വലി ഓരോ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ടെക്നിക്കൽ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മ്യൂസിക്, സുഷിൻ ശ്യാമിന്റെ ഹെവി ആയിട്ടുള്ള മ്യൂസിക്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ പടത്തിൽ നമ്മൾ പടം കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്നും അധികം ശ്രദ്ധിക്കില്ല. അതാണ് ആ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം സ്ക്രീനിൽ നമ്മൾ അറിയാതെ തന്നെ ഈ സാധനം ബാക്കിൽ കൂടി ഇങ്ങനെ വരും. നല്ല നൈസായി തന്നെ ചെയ്തിട്ടുണ്ട്. ആർക്കും തന്നെ മാസ് എലവേഷൻ തരുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സിനിമയുടെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ക്ലാസ് ആയിട്ടുള്ള ഒരു സാധനം, അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് സൂക്ഷൻ ചെയ്തിട്ടുള്ളത്. ഹെവി ആയിട്ടുള്ള വർക്കായിരുന്നു. എഗെയിൻ ഞാൻ പറഞ്ഞ പടത്തിന്റെ വിഷ്വലും എഡിറ്റിംഗ് ഉണ്ടല്ലോ, കിടിലോ കേട്ടോ. ഈ 2.5 മണിക്കൂർ നമ്മൾ ഒരു പരിധി വരെ പിടിച്ചിരുന്നത് എഡിറ്റിങ്ങും അതുപോലെ തന്നെ വിഷ്വൽസും ആണ്. പിന്നെ മഹേഷ് നാരായണൻ അറിയാലോ, അടിപൊളിയായിട്ടുള്ള ഡയറക്ടറാണ്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഒരു മാസ് ഓഡിയൻസിന് ഇങ്ങനെ തുള്ളി കളിക്കാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് പടമൊന്നും ഇയാൾ ചെയ്തിട്ടില്ല. ചെയ്യുന്ന പടങ്ങൾ അധികവും വളരെ സീരിയസ് ആയിട്ടുള്ള കഥയാണ് ചർച്ച ചെയ്യുന്നത്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റോറിയാണ്. കറന്റ്ലി വളരെ റെലവെന്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. കുറച്ച് സീരിയസ് ആയിട്ട് സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ധൈര്യമായിട്ട് കയറി കാണുക. ഹെവി ആയിട്ടുള്ള മേക്കിങ്ങും ഹെവി ആയിട്ടുള്ള കഥാപാത്രങ്ങളും. പിന്നെ ഇതിൽ ലാലേട്ടന്റെ സ്റ്റോറി ഉണ്ടല്ലോ, വേറെ തന്നെ ഒരു സിനിമയാക്കി മാറ്റാൻ വേണ്ടി പറ്റും. മമ്മൂക്കയുടെ കഥ അതുപോലെ തന്നെ വേറെ സ്റ്റോറിയാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അത്രയും വലിയ 2 കഥാപാത്രങ്ങളെയാണ് ഇവര് മെർജ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫഹദിന്റെ സ്റ്റോറി വേണമെങ്കിൽ വേറെ തന്നെ ഒരു സിനിമയാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അത്രയും ഉണ്ട്. എന്നാൽ ഈ കഥ ഒന്നും ഇവര് മുഴുവനായിട്ട് പറയൊന്നുമില്ല, മനസ്സിലായില്ലേ? ഒരു സിറ്റുവേഷനിൽ വെച്ച് 4 പേരും കൂടി കണ്ടുമുട്ടിയ പോലെയാണ് ഈ സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. ഹെവി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഒരു മാസ് ഓഡിയൻസിന് ആഘോഷിക്കാനുള്ള പടമൊന്നുമല്ല, ഫാൻസിനും ആഘോഷിക്കാനും അങ്ങനെയൊന്നുമില്ല. ക്ലാസ് ആയിട്ടുള്ള പെർഫോമൻസ് കാണാം, ഒരു സിനിമ കാണാം. സോ ഇതാണ് പാട്രിയോട്ട്.